ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു സിനിമ പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ബജറ്റിൽ എടുത്ത ഒരു സിനിമ. ഏകദേശം 2 ലക്ഷത്തിൽ താഴെ ബജറ്റിൽ വന്നൊരു സിനിമ ഇന്നലെ തിയേറ്റർ റിലീസ് ചെയ്തു. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കീറി മുറിച്ച് പരിശോധിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. ഒരു കൂട്ടം സിനിമാ മോഹികളായ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയിൽ നിന്നും വന്നൊരു സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. എൻ വഴി തനി വഴി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇത് തമിഴ് സിനിമയാണെന്നുള്ളത്. തമിഴ് സിനിമ എന്നല്ല, മലയാള സിനിമയാണ്. പി ജെറിനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. വിന്നി ജെയിംസ് ആണ് ഈ സിനിമയുടെ എഴുതിയിട്ടുള്ളത്. അപ്പം ഫസൽ പൂനൂർ, മുഹമ്മദ് നിഹാൽ, അഖില ശ്രീലക്ഷ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡ്രാമ മൂവി, നമ്മളൊരു എന്താ പറയുക, ഒരു ഹോം മൂവി, പണ്ടത്തെ ഹോം മൂവീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സെറ്റപ്പിലെടുത്തൊരു സിനിമയാണ് ഈ ഒരു സിനിമ. ഏകദേശം 1.5 മണിക്കൂറേ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. പിന്നെ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, 1.5 ലക്ഷം ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെ അങ്ങനെയാണ്. 1.5 ലക്ഷത്തിന് 1.5 സിനിമ, അങ്ങനെയാണ് ഈ സിനിമയുടെ ടാഗ് ലൈൻ വരുന്നത്. അപ്പം പിന്നെ ആ 2 ലക്ഷത്തിന് താഴെ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് തന്നെ അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റുന്നതാണ്. അപ്പം ആ ഒരു പരിമിതിയിൽ നിന്ന് അവർ ചെയ്തു വെച്ച സംഭവം ഓക്കെ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകല്ലോ, ആ ഒരു ബിഗ് സ്ക്രീനിൽ ഇവരെ പേരെഴുതി കാണിക്കുക, അതുകൂടാതെ പിന്നെ അവരുടെ മുഖം ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളത് സിനിമാ മോഹികളായ എല്ലാവരുടെയും ഒരു വലിയൊരു അഭിലാഷം തന്നെയായിരിക്കും ആ ഒരു സംഭവം എന്നുള്ളത്. അത് ഇവർ ഈ സിനിമയിലൂടെ സാധിച്ചെടുത്തു എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്നുള്ളത്. എന്തായാലും പിന്നെ കോഴിക്കോടുള്ള 3 തിയേറ്ററിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് ആശീർവാദ് സിനിമാസിലും, അതുപോലെ തന്നെ താമരശ്ശേരി സെൻട്രലും ബാലുശ്ശേരി സന്ധ്യയിലുമാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ബാലുശ്ശേരി സന്ധ്യ എന്നാണ് ഞാൻ കണ്ടത്. ഇന്നലെ രാവിലെ 10 മണിക്കായിരുന്നു സിനിമയുടെ ഷോ ഉണ്ടായിരുന്നത്. ആ ഷോയ്ക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ എല്ലാ സിനിമകളും കണ്ട്, ഒരുവിധ സിനിമകളൊക്കെ കണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടുകാർ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് നമ്മളത് കണ്ടിട്ട് അതിനൊരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് പോയത്. അങ്ങനെ ഇന്നലെ പോകാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ 10:30 ഒരു ഷോ ഉണ്ടായിരുന്നു. ആ സിനിമയ്ക്ക് പോയി. ഞാൻ എൻ്റെ മകനെയും കൂട്ടിയാണ് പോയത്. അപ്പം സിനിമ കൂടുതലൊന്നും പറയാനല്ല സിനിമയെക്കുറിച്ച്. പിന്നെ ടെക്നിക്കൽ സൈഡുകളും മറ്റു കാര്യങ്ങളൊക്കെ, പെർഫോമൻസുകളും കാര്യങ്ങളൊക്കെ അവരുടെ പരിമിതികൾക്കുള്ളിൽ വെച്ച് അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് അവരുടെ ആഗ്രഹം എന്നുള്ളത്. അവരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം സഫലമായി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ വിജയം എന്നുള്ളത്. അത് ഏകദേശം നമ്മളെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ തന്നെ, ഏകദേശം ചെറിയൊരു ഒരു 10-20 മിനിറ്റുള്ളൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ തന്നെ ഏകദേശം ഒരു 50,000 റുപ്യൊക്കെ ബഡ്ജറ്റ് വരും. അപ്പോൾ ആ ഒരു സാധനത്ത് വെച്ച് നോക്കുമ്പോൾ 2 ലക്ഷത്തിൽ താഴെ ബഡ്ജറ്റിൽ ഒരു സിനിമ അണിയിച്ചൊരുക്കുക എന്നുള്ളത് അവരുടെ ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു അണിയറ പ്രവർത്തകർ, ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചത്, മുന്നിൽ വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുകയാണ്. ഇനി മുന്നോട്ടുള്ള അവരുടെ യാത്രകൾ നല്ല രീതിയിൽ നല്ല നല്ല സിനിമകളൊക്കെ ഇനിയും കിട്ടട്ടെ. ഇതിലും മികച്ച സിനിമകൾ കൂടുതൽ അതിനൊരു ചവിട്ടുപടി ആവട്ടെ ഈ ഒരു സിനിമ എന്നുള്ളതാണ്. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ പല സിനിമകളും കീറി മുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിന് കീറി മുറിക്കാൻ മാത്രം ഒന്നുമില്ല സംഭവം. ഒരു ഡ്രാമ മൂവി ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് ഫാമിലികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കണ്ട് കുറേ കോമഡികളൊക്കെ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒരു ശ്രമത്തിന് ഒരു ശ്രമത്തിനൊരു കൈയടി കൊടുക്കാം, അത്രയേ ഉള്ളൂ. എന്തായാലും കണ്ടു നോക്കുക. 3 തിയേറ്ററിലേ ഉള്ളൂ. നാളെയുണ്ട് ഷോ, സന്ധ്യയിൽ നാളെയുണ്ട് രാവിലെ 10:30 ഷോ വരുന്നത്. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ ഷോ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും അവരുടെ ആ ഒരു ആഗ്രഹം സഫലമായി എന്നുള്ളത് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആക്കുക. ഇനിയുള്ള അടുത്ത പ്രൊജക്റ്റുകളൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ എല്ലാ കാര്യങ്ങളും, ടെക്നിക്കൽ സൈഡിലൊക്കെ എന്തൊക്കെയായാലും ഈ ഒരു സിനിമയിൽ നിങ്ങൾ കണ്ടിട്ട് എന്തൊക്കെ പോരായ്മകളുണ്ടോ അതൊക്കെ അടുത്ത സിനിമ എടുക്കുന്ന സമയത്ത് കൂടുതൽ നല്ല ബഡ്ജറ്റിൽ കൂടുതൽ പൈസ മുടക്കിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും